ഇങ്ങനെ വീഡിയോ അല്ല അത് കഴിഞ്ഞ് ഈ വീഡിയോ ഇങ്ങനെ അയക്കി എടുക്കുന്നത് 1200 എത്ര പേര് അയച്ചു കൊടുത്തു. മൊത്തത്തിൽ 4 ഓഡിഷൻ 4 6 എത്രയോ എനിക്കറിയത്തില്ല. 4 ഓഡിഷൻ. ഞാനിങ്ങനെ ഒരു കടിഞ്ചായ എന്ന് പറയും. അപ്പൊ എപ്പോഴും എന്റെ അടുത്ത് പറയും നീ ഇപ്പോഴും 90s കിഡ്സ് ഇരിക്കുവാണോ. ഇവിടെ ജപ്പുവിനാണ് ഫാൻസ്. എനിക്ക് ഫാൻസ് ഒക്കെ വേണ്ടേ. ഞാൻ കഴിഞ്ഞ ദിവസം ഉമ്മയെടുത്ത് പറയുവാ നമുക്ക് ഇനി സിനിമ നോക്കുവാണെങ്കിൽ സ്കൂളുള്ളപ്പോ ദിവസം സ്കൂളിലുള്ള സിനിമ കട്ട് ചെയ്താലോ ഒന്നില്ല. കട്ടിലിന്ന് വേണം എന്റെ തോളൊടിഞ്ഞിട്ട്. അത്ര അങ്ങനത്തെ ഇവരെല്ലാരും എഴുന്നേറ്റ് പോയി. അപ്പൊ ഞാൻ ലേറ്റ് ആയിട്ടാ എഴുന്നേക്കുന്നത്. അപ്പൊ വീണു താഴോട്ട്. ഇവര് നല്ല ഹൈറ്റ് ഉള്ള ഒരു കട്ടില. ഒരു ഇത്ര ഉണ്ടായിരുന്നു. അങ്ങനത്തെ കട്ടില്ല പോടാ. കുറച്ചുകൂടെ അത് നിനക്ക് അറിയത്തില്ല. ചുമ്മാ സോഫയിലൊക്കെ ഇരിക്കുമ്പോ തലയും കുത്തി ഇരിക്കാനൊക്കെ തോന്നും. നിനക്ക് അറിയത്തില്ല. കിളി പോലെ ഉണരാണ് പറന്നുയരാണ് ഇണങ്ങി പിണങ്ങി കിളിക്കുടങ്ങ് വിരിയാണ് ഉമ്മ തന്ന് കവിളപ്പാട ചുവപ്പിച്ച ഇഷ്ടങ്ങൾ കുറുകുന്നിവൻ മഴയിൽ നനയാണ് മിഴിയിൽ നിറയാണ് പുരയിലാകെ മാനം ഒരു പെരുന്നാൾ കുഞ്ഞു കാലിലയിൽ ലോകങ്ങൾ 14 താണ്ടുന്നു തീണ്ടുന്നിവൻ. ദ ക്യൂവിനൊപ്പം കിഡ്ഡി സ്കൂപ്പ്, ഒർഹാൻ ഹൈദർ, ഇഷാൻ ബിൻ ഷമീം, വെൽക്കം. താങ്ക് യു. സർക്കിട്ട് തിയേറ്ററുകളിൽ വളരെ സക്സസ് ആയി റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒർഹാൻ ആസിഫ് അലിക്കൊപ്പം കെങ്കേമ അഭിനയിച്ചിട്ടുണ്ട്. രണ്ടുപേരും സിനിമയുടെ സെറ്റിൽ ഉണ്ടായിരുന്നു 1 മാസത്തിലേറെ. സിനിമയുടെ പാക്കപ്പ് ഷെഡ്യൂൾ കഴിഞ്ഞ് പോവാൻ നേരത്ത് ആസിഫിനോട് അവസാനമായി സംസാരിച്ച കാര്യം എന്താണ്? അത് വിഷമം വന്നോ? വിഷമൊക്കെ വന്നു. ഞാനും അതല്ലേ ഈ സെറ്റിൽ ഉണ്ടാവുന്ന ഏറ്റവും രസം കൊറേ ആൾക്കാരുടെ അടുത്ത് കൂട്ടാവും. നമ്മുടെ കൂടെ ഞാൻ ക്യാമറയുടെ അസിസ്റ്റന്റ് ആയിരുന്നു, ലെൻസ് ഒക്കെ പിടിച്ചോണ്ട് നടക്കുന്നത്. ആക്ച്വലി നിങ്ങളെ 5ാമത്തെ സിനിമയാണല്ലോ ഇപ്പോ സർക്കിട്ടിലേക്ക്. കുഞ്ഞു കുഞ്ഞു റോളാണല്ലോ. ബാക്കിയെല്ലാം ഞങ്ങൾ ഒരുമിച്ചായിരുന്നു. എല്ലാരും ഒരുമിച്ചുണ്ടായിരുന്നു. ശരിക്കും സർക്കിട്ടിലേക്ക് വരുമ്പോ ആദ്യമായിട്ട് ഓഡീഷന് വിളിക്കുന്ന ആരാണ്? ഞാൻ അല്ല, രണ്ടുപേരും അയച്ചു കൊടുത്തു. പക്ഷെ എൻട്രി അപ്പൊ എനിക്കാ കിട്ടിയത്. എൻട്രി എനിക്കേ വന്നുള്ളൂ. ഈ ഒരു പ്രായമായിരുന്നു. 1200 പേര് ഇങ്ങനെ വീഡിയോ അല്ല അത് കഴിഞ്ഞ് ഈ വീഡിയോ ഇങ്ങനെ അയക്കി എടുക്കുന്നത് 1200 എത്ര പേര് അയച്ചു കൊടുത്തു. അതിൽ നിന്ന് 750 പേരെ കണ്ടിട്ടാണ് സെലക്ട് ചെയ്തത്. ശരിക്കും ഓഡീഷന് പോയപ്പോ അവരെന്താണ് ചെയ്യാൻ വേണ്ടി പറഞ്ഞിരുന്നത്? ഒരു മുള്ളാമുട്ട സീനും പിന്നെ അതിന്റെ അകത്തൊരു ലിഫ്റ്റ് വെക്കുന്നില്ലേ, ആ സീനും അതേപോലെ അഭിനയിച്ച് കാണിച്ചു കൊടുത്തോ? അത് കഴിഞ്ഞ് 6 ഓഡീഷൻ ഉണ്ടായിരുന്നു. എന്നിട്ടാ സെലക്ട് ചെയ്യും. മൊത്തത്തിൽ 4 ഓഡീഷൻ 4 6 എത്രയോ എനിക്കറിയത്തില്ല. 4 ഓഡീഷൻ. താമരക്ക് ഉണ്ടായിരുന്നു കൂടെ? താമരക്ക് ഉണ്ടായിരുന്നു ആ സമയത്ത് കൂടെ? ഓഡീഷനോ? അങ്ങനത്തെ ഓഡീഷൻ ഒറ്റേ ഉള്ളായിരുന്നു. ബാക്കിയെല്ലാം അയച്ചു കൊടുക്കുന്നേ. പിന്നെ ഒരു ടാസ്ക് കാണാൻ പോയായിരുന്നു ഷൂട്ടിന് മുമ്പ്. ഫസ്റ്റ് അല്ല അപ്പൊ ആസിഖാനെ കാണുന്നത്? ഫസ്റ്റ് ആയിട്ടാ. എന്ത് പറഞ്ഞു? ഞങ്ങള് പേരൊക്കെ ചോദിച്ചു. ഞങ്ങള് പിന്നെ ഞങ്ങളുടെ ചാനൽ കാണിച്ചു കൊടുത്തപ്പോ ഇതൊക്കെ കണ്ടിട്ടുണ്ടെന്ന് കാണാറുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ സന്തോഷായി. സന്തോഷായി. മഴവിൽ മനോരമയില് ഒരു എപ്പിസോഡ് വരുന്ന സമയത്ത് ഫസ്റ്റ് എപ്പിസോഡിൽ പറയുന്നുണ്ട് ടൊവിനോ തോമസിനെ കാണണം എന്നുള്ള ആഗ്രഹം കൊണ്ടാണ് നമ്മൾ യൂട്യൂബ് ചാനൽ തുടങ്ങിയെന്നൊക്കെ പറയുന്നുണ്ടല്ലോ. പിന്നീട് ഉമ്മിക്ക് എന്ത് ചെയ്യുന്നുണ്ട്, അതിൽ ഫസ്റ്റ് റാങ്ക് അടിക്കുന്നു, ഭയങ്കര സംഭവമായല്ലോ. പിന്നീട് ടൊവിയെ കണ്ട ഒരു മൊമെന്റ് ശരിക്കും എങ്ങനെയായിരുന്നു? അത് നല്ല രസമായിരുന്നു. ഞങ്ങളെ രണ്ടുപേരും സെറ്റ് ചെയ്തിരിക്കുവായിരുന്നു. അപ്പൊ പെട്ടെന്ന് പുറകിയതായിരുന്നു. അല്ല, ഞങ്ങളടുത്ത് അവര് പറഞ്ഞു ടൊവി അങ്കിൾ ഇവിടെ ഇല്ല, എവിടെ പോയേക്കുവാന്ന്. എവിടെ ഉണ്ടായിരുന്നു? അപ്പൊ ഞങ്ങള് മഴ സ്റ്റുഡിയോയിൽ തന്നെ ഉണ്ട്. ഞങ്ങളെ വിളിച്ച് വരുത്തി അവിടെ എറണാകുളത്ത്. ഞങ്ങൾ വീട്ടിലായിരുന്നു. ടൊവി അങ്കിൾ ഇവിടെ ഇല്ല, ആസിക്ക എല്ലാം കാണാന്ന് പറഞ്ഞു. അപ്പൊ ആസിക്ക കാണാൻ കൊണ്ടുപോയത് ടൊവി അങ്കിളിനെ കാണാനായിരുന്നു. ഞങ്ങള് ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. എന്നോട് കണ്ടില്ലെന്ന് വരുത്തില്ലെന്ന് പറഞ്ഞു. അപ്പൊ ആണു. പക്ഷെ പെട്ടെന്ന് പറഞ്ഞു ഇല്ലാന്ന്. അവരുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഉമ്മടുത്ത് വാപ്പിടുത്ത്. ഞങ്ങൾ പിന്നെ പോയി ശരിക്കും കാണുന്ന ഒരു മൊമെന്റ് എങ്ങനെയായിരുന്നു? അത് എല്ലാവർക്കും നല്ല സന്തോഷം, നല്ല സന്തോഷമായിരുന്നു. ഞാൻ പഞ്ചൊക്കെ പിടിച്ചില്ലേ. ഞങ്ങള് ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. പെട്ടെന്ന് കണ്ടപ്പോ ഞങ്ങള് ഭയങ്കരമായി പോയി. എന്താ ടൊവി സംസാരിച്ചു? എന്തോന്നും ഓർമ്മയില്ല. അതൊരു പഞ്ച് പിടിച്ചു. ഇഷ്ടപ്പെട്ടു. കുറെ ഫോട്ടോ ഒക്കെ എടുത്തു. ഫോട്ടോ ഒക്കെ എടുത്തു. ഓക്കെ. ഈ സർക്കിട്ടില് 35 ദിവസം ഷൂട്ട് ഉണ്ടായിരുന്നല്ലോ. ഈ ഷൂട്ടില് നിങ്ങൾക്ക് ഏറ്റവും
അതിന് ആക്ടിങ് മാറ്റി വെച്ചാൽ ഞങ്ങൾക്ക് ഏറ്റവും നല്ല മൊമെന്റുകൾ ചോദിച്ചതായിരിക്കും? കട്ട് വിളിച്ചാലില്ല അല്ലേലും അങ്ങനെ തന്നെ. ഫുൾ ടൈം അവരെ കൂടെ തന്നെ. അതിൽ അങ്ങനെ നമ്മൾ ക്യാമറ ടീം അതല്ലെങ്കിൽ അവിടുത്തെ ആർട്ട് ഡയറക്ടേഴ്സ് ഇവരുടെ കണക്ഷൻ എങ്ങനെയായിരുന്നു? ഈ അവിടുത്തെ ഡ്രൈവേഴ്സ് തൊട്ട് എല്ലാവരും നമ്മുടെ നല്ല പോലെ ഫ്രണ്ട്സ് ആയിരുന്നു. അവരെല്ലാവരും പാക്കപ്പിന് വരെ ഉണ്ടായിരുന്നു. ഇടയ്ക്ക് ഞങ്ങള് എന്താ ചുമ്മാ ഇരിക്കുമ്പോ ഷൂട്ടൊന്നും ഇല്ലാത്തപ്പോ കാരവാന്റെ സൈഡിലൊക്കെ ഇരിക്കുമ്പോ ഞങ്ങള് ബോൾ അടിച്ചിരിക്കുകയായിരിക്കും. അപ്പൊ ഞങ്ങൾക്ക് ബോളും ഞങ്ങൾ ബാറ്റും ബോളും എല്ലാം ഉണ്ടായിരുന്നു അവിടെ കളിക്കാനും. 18 ദിവസം ഷൂട്ട് ഉണ്ടായിരുന്നു, നൈറ്റ് ഷൂട്ട്. അപ്പം ഈ നൈറ്റിൽ ഇവന്റ് ഷൂട്ട് ഉള്ളപ്പോ ഞങ്ങളെ കുറെ SPK ഞാൻ കുറെ പേരും ഇങ്ങനെ പോയി. ലബാൻ അറിയോ? ലബാന്റെ മറ്റേ ഒരു വെള്ളമൊക്കെ മേടിച്ചു കുടിക്കും. ലേസ് ഒക്കെ മേടിച്ചു ജെല്ലിയോ ചുമ്മാ ഇരിക്കും. രസമില്ല അവിടെ എല്ലാവരുടെ ഡയലോഗ്. താമരക്ക് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൽ ആ സമയത്ത് എന്താ ക്യാമറ റെഡി ആവുമ്പോഴത്തേനും എന്റെ അടുത്ത് പറഞ്ഞു തരും ചെയ്യണ്ടേ. അപ്പൊ ഞാൻ ചെയ്യും. ഡയലോഗ് കയ്യിൽ നിന്ന് എടുക്കായിരുന്നോ? കയ്യിന്നൊക്കെ എടുത്തിട്ടുണ്ട്. അവരെ ഡയലോഗ് പറഞ്ഞിരുന്നത് അവരായിരുന്നു. അത് നല്ല തണുപ്പുള്ള കാലാവസ്ഥയായിരുന്നു. ഡിസംബർ ഭയങ്കര വെയിലായിരിക്കും എന്ന് പറഞ്ഞാൽ അവര് ഡിസംബറിൽ പോയി. പക്ഷെ വളരെ നല്ല തണുപ്പായിരുന്നല്ലോ. പിന്നെ മാത്രമല്ല കുറെ സീനുകളൊക്കെ രാത്രി ഉള്ളതല്ലോ. അപ്പൊ ഈ സമയത്ത് ഒർഹാന്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? ഭയങ്കര തണുപ്പായി. ഞാൻ ആദ്യമായിട്ട് അത്ര തണുപ്പത്തിൽ നിൽക്കുന്നത്. ഞങ്ങള് ഇങ്ങനെ വെളിയില് രാജ്യത്തൊന്നും പോയിട്ടില്ല. ഫ്ലൈറ്റ് ആദ്യമായിട്ടാ കയറുന്നത്. അപ്പം നല്ല രസം. അവിടെ ഭയങ്കര തണുപ്പാണ്. ഇവൻ മറ്റേ ഫ്ലാറ്റിന്റെ കൊണ്ടേ കണ്ടിട്ടില്ല ഇങ്ങനെ കിടന്ന് ഇറക്കുന്ന ഒരു സീനില്. ഒറിജിനലായിട്ട് ഇറക്കുക. ആസിക്കാട് ഒരു സ്റ്റില്ല് വന്നിരുന്നല്ലോ, പുതപ്പിൽ കിടക്കുന്ന ഫോട്ടോ ഒക്കെ വന്നിരുന്നു. പക്ഷെ അത്രയും തണുപ്പുണ്ടായിരുന്നുള്ളതല്ലേ? വിറയ്ക്കുമ്പോ ഒരു ഫോൺ കോൾ വരത്തില്ലേ, ആ ടെക്നിക്ക് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. നല്ല ബുദ്ധിമുട്ടായിരുന്നുള്ളതല്ലേ? ഓക്കെ. ശരിക്ക് സിനിമയുടെ ഓരോ സീൻ എടുത്തു കഴിഞ്ഞാലും അതായത് ADHD ഉള്ള ഒരു ക്യാരക്ടർ ആയതുകൊണ്ട് തന്നെ ഒരു ഹൈപ്പർ ആക്റ്റീവ് ആണല്ലോ ഓരോ മൊമെന്റിലും. അപ്പോ ഇത് നേരത്തെ പറഞ്ഞിരുന്നു എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ളത്? ഇല്ല, ഞങ്ങള് ഇതിനെ പറ്റി പഠിച്ചു. ഞങ്ങള് 4 പേരും കൂടി ഇരുന്നിട്ട് കാറിൽ പോയിക്കൊണ്ടിരുന്നപ്പോഴാ പഠിച്ചത്. പിന്നെ തമിഴ്ക്കാടുത്ത് ചോദിച്ചു, ഞങ്ങള് ഒരു കുറെ ആൾക്കാരുടെ അടുത്ത് ചോദിച്ചു. ADHD യൂട്യൂബിൽ പഠിച്ചു. 3 എന്തൊക്കെയോ സാധനങ്ങൾ, 3 രീതിയൊക്കെ ഉണ്ടായിരുന്നു. ഹൈപ്പർ ആക്റ്റീവ്, എന്തോ വാശി, അങ്ങനെയൊക്കെയാ. അതേപോലെ ചെയ്തു. അതേപോലെ ചെയ്തു. സർക്യൂട്ടിലെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു സീൻ ചോദിച്ചായിരിക്കും? എങ്ങനെ പറയാനാ? നിന്റെ ഇഷ്ടമുള്ള സീൻ പറ. എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സീൻ എന്ന് പറഞ്ഞാ അങ്ങനെ കൊറേ സീനുണ്ട്. ഒരു സീൻ പറയോ? എനിക്ക് നല്ല സാറ്റിസ്ഫാക്ഷൻ ആയത് മുട്ട എറിഞ്ഞു പൊട്ടിക്കുന്നത്. നല്ല രസമായിരുന്നല്ലേ? എത്ര ടേക്ക് പോയിരുന്നു? ഒരു ടേക്ക്. അത് കഴിഞ്ഞ് ഞാനും ചോദിച്ചു എനിക്കും പൊട്ടിക്കണം, പക്ഷെ സമ്മതിച്ചില്ല. ഞാൻ ഫ്ലാറ്റിന്റെ ഒരു 12 മേളിൽ ശരിക്കും ഞാൻ മേളിൽ താഴെ ഓട്ടിട്ടു. മുട്ട എക്സൈറ്റ്മെന്റ് ആയിരുന്നു. പിന്നെ ഞാൻ എന്താ പാത്രമൊക്കെ തട്ടിക്കളയണേ. സൂപ്പർ മാർക്കറ്റിൽ സാധനങ്ങളൊന്നും ഇടിച്ചിട്ടുണ്ടല്ലോ. അതായിരുന്നു നല്ല. അത് ഇവന് ഇഷ്ടപ്പെട്ടാണ്. ഞാൻ അങ്ങനത്തെ ചെയ്തിട്ടില്ല ഇതുവരെ. നേരെ പോയി ഇങ്ങനെ ഇടിച്ചു കയറി. അതൊക്കെ നേരത്തെ നമ്മള് റീടേക്ക് പോകുന്ന ഒറ്റ ടേക്ക് തന്നെ കിട്ടിയിരുന്നു? അത് ഒറ്റ ടേക്ക് കിട്ടി. നമ്മൾ ശരിക്കും ടിവിയിൽ മാത്രം കണ്ട ആസിഫ് അലി ആണല്ലോ പെട്ടെന്ന് 10-30 ദിവസമൊക്കെ അടുപ്പിച്ച് അഭിനയിക്കേണ്ടി വരുന്നുള്ളത്. ശരിക്കും ഈ പോയി കണ്ടപ്പോ തന്നെ കണക്ഷൻ കിട്ടിയോ? എങ്ങനെ റെഡി ആയത്? 2 ദിവസമേ എടുത്തിട്ടുള്ളൂ. അപ്പോഴത്തേനും കൂട്ടായി. പിന്നെ എന്താ സംസാരിക്കുക? ഭയങ്കര പാവാ, അതുകൊണ്ട് പെട്ടെന്ന് കൂട്ടാവും. കണ്ട ഉടനെ ഭയങ്കര കൂട്ടാവും. അല്ല, എന്തൊക്കെ ഇത് ഷൂട്ട് കഴിഞ്ഞ ഗ്യാപ്പിൽ എന്തൊക്കെയാണ് സംസാരിക്കല്? ഷൂട്ട് കഴിഞ്ഞ ഗ്യാപ്പിൽ ഞാനിങ്ങനെ ഒരു കടിഞ്ചായ എന്ന് പറയും. അപ്പൊ എപ്പോഴും എന്റെ അടുത്ത് പറയും നീ ഇപ്പോഴും 90s കിഡ്സ് ഇരിക്കുവാണോ. പിന്നെ ഇവര് കളിക്കൂ ഓരോ ദിവസം ഒരു സീനില്. അത് ലാസ്റ്റത്തെ സീനില്ലേ എന്നെ ഇറക്കി വിടുന്നേ, ആ സീനിലെ ഒരു ദിവസം ഞങ്ങള് കളിച്ചയാ. എന്റെ കൈ ആ ഗ്ലാസിന്റെ ഇടയിലായി പോയി കാറിന്റെ. എനിക്ക് നല്ല വേദനിച്ചു. ഇവര് കളിക്കുന്നയാ. ഇപ്പൊ ഈ പടത്തിന്റെ ഷൂട്ട് കഴിഞ്ഞപ്പോ റിലീസ് ആയപ്പോ പ്രൊമോഷൻ ഒക്കെ വീണ്ടും ഒപ്പം ഉണ്ടായിരുന്നല്ലോ. അപ്പൊ ആ കണക്ഷൻ പിന്നെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റിയോ? ആസിക്ക് ഇടയ്ക്ക് വാട്സപ്പിലല്ലോ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഇടയ്ക്ക് മെസ്സേജ് ചെയ്യാറുണ്ട്. സാധാരണ ആസിഫ് അലി സിനിമ ഇറങ്ങി കഴിഞ്ഞാല് ആസിഫ് അലിക്കാണ് ഫാൻസ് ഉണ്ടാവും. ആൾക്കാർക്ക് നല്ല അഭിപ്രായം പറയും, റിവ്യൂ പറയും.
ഇവിടെ ജപ്പൂനാണ് ഫാൻസ് വരുന്നത്. എനിക്ക് ഫാൻസ് ഒക്കെ വേണ്ടേ? അപ്പൊ കൊറേ ഫാൻസ് ആയിപ്പോ. ആരെങ്കിലും വിളിക്കുക മെസ്സേജ് അയക്കൊക്കെ ചെയ്ത് കൊറേ കണ്ടിട്ടൊക്കെ വിളിച്ചു. എന്താ കൊള്ളാന്ന് പറഞ്ഞു. അവരെല്ലാം കൊറേ ഞങ്ങളുടെ എല്ലാരും കണ്ടു. കൊള്ളാന്നൊക്കെ പറഞ്ഞു, ഇഷ്ടപ്പെട്ടു. ഫ്രണ്ട്സ് എല്ലാരും വിളിച്ചു. ഇഷ്ടപ്പെട്ടു. അവര് നമ്മളെ അഭിനയത്തെ കുറിച്ചാണോ ഡയലോഗിനെ കുറിച്ചാണോ എന്തിനെ കുറിച്ചാണ് അവര് കാര്യമായിട്ട് പറഞ്ഞത്? എല്ലാം കൊള്ളാന്ന്. എല്ലാം കൊള്ളാന്ന്. എല്ലാം കൊള്ളാന്ന്. അല്ല ഒർഹാൻ തോന്നുന്നുണ്ട് അടിപൊളിയായി അഭിനയിച്ചിരിക്കുന്നു. സ്കൂളിൽ പോവാതെ സിനിമ മാത്രം ആക്കേണ്ടി വരുമോ? ഇഷ്ടം അതാണ് നല്ലത് തോന്നുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഉമ്മയെടുത്ത് പറയുവാ, നമുക്ക് ഇനി സിനിമ നോക്കുവാണെങ്കിൽ സ്കൂളുള്ളപ്പോ ദിവസം സ്കൂളിലുള്ള സ്കൂൾ പത്ത് കട്ട് ചെയ്താലോ ഒന്നില്ലേ? അതായത് ഇതിനു മുമ്പ് അഭിനയിച്ച സിനിമ ഒക്കെ അഭിനയിച്ച് കഴിഞ്ഞിട്ടൊക്കെ സ്കൂളിൽ പോയിരുന്നല്ലോ. അപ്പൊ എന്താണ് പിള്ളേരൊക്കെ പറയല്? വാഴ കണ്ടിട്ട് ക്ലാസ്സിലെ ചില ഓഡിറ്റോറിയത്തൊക്കെ പോകുമ്പോ വാഴയുടെ സോങ് ഒക്കെ ഇടുമ്പോ എന്റെ അടുത്ത് പറയും നീ ഉണ്ടാത്തില്ലേ നീ ഉണ്ടാത്തില്ലേ എന്നൊക്കെ. പിന്നെ ആ വാഴ ദാവീദ് ഐഡന്റിറ്റി മാത്രമേ ഇപ്പൊ റിലീസ് ആയിട്ടുള്ളൂ. മറ്റൊരു പടത്തിന്റെ സെറ്റ് നിന്നാണ്. അത് ഏതാണ് അതിന്റെ വിശേഷങ്ങളൊക്കെ? അത് ഒറ്റക്കൊമ്പൻ എന്ന് പറഞ്ഞ സുരേഷ് അങ്കിളിന്റെ പടം. അത് കൊറേ നാളായിട്ട് കാത്തിരുന്നെടുക്കുന്ന ഒരു പടം. അതൊരു ഡിലേ ഉള്ള ഒരു പടം. അതൊരു 5 വർഷം ബാക്ക് എന്തോ പ്രശ്നമായിട്ട് ഇതാവാതിരുന്ന. അപ്പൊ അവരിപ്പൊ എടുക്കുക. അതില് അത്യാവശ്യം നല്ല ക്യാരക്ടറും പരിപാടിയൊക്കെ ഉണ്ടോ? നല്ല ഇച്ചിരി ഉണ്ട്. ഒർഹാൻ ലുക്ക് ഒക്കെ ഒന്ന് മാറ്റുണ്ടെന്ന് പറഞ്ഞതിൽ ലുക്ക് അല്ലേ സർക്കീറ്റിന്റെയും ഇതിന്റെ ലുക്ക് അതിലേക്ക് വന്നു ഒരു ലുക്കെങ്കിലും മാറ്റണ്ടേ? മാറ്റണം. എല്ലാത്തിലും ഇങ്ങനെ ഫസ്റ്റ് സിനിമ ഏതായിരുന്നു നിങ്ങളെ? ഐഡന്റിറ്റി. പക്ഷെ അവസാനം ഇറങ്ങിയ പടം അതാണ്. ഏറ്റവും ആദ്യം ഇറങ്ങിയ പടം വാഴ ഉണ്ടായിരുന്നുള്ളതില്ലേ? ഈ ശരിക്കും ഫസ്റ്റ് സിനിമയ്ക്കുള്ള ഒരു ഫസ്റ്റ് മൊമെന്റ് ശരിക്കും എങ്ങനെ പറയാവോ? അതായത് ഫസ്റ്റ് സിനിമയുടെ മൊമെന്റ് ഒന്നും എനിക്ക് അത്ര അഭിനയിക്കാൻ അറിയത്തില്ലായിരുന്നു. പേടിയുണ്ടായിരുന്നു. ഓഡിഷന് പോയിട്ട് കിട്ടിയതാ. അപ്പം ഞങ്ങൾ ഉള്ളായിരുന്ന സീൻ ഡിലീറ്റ് ആയി പോയി. അത് ബിഗ് പ്രോജക്റ്റ് അല്ലേ? അപ്പൊ ബിഗ് ആയിട്ടുള്ള ഒരു പടം ആയതുകൊണ്ട് കൊറേ സീൻ ഇങ്ങനെ കൊറേ കാണും. അപ്പൊ അത് കട്ട് ചെയ്ത് അഭിനയിക്കാൻ പറ്റി. പിന്നെ സെക്കൻഡ് സിനിമ ഏതായിരുന്നു ഷൂട്ട്? വാഴയാണോ ദാവീദാണോ? വാഴ. അത് എവിടെയായിരുന്നു ഷൂട്ട്? അത് തൃശ്ശൂരാണ്. തൃശ്ശൂര് വാഴയുടെ ഒരു വലിയ വാഴ എന്ന് വെച്ചാ ഇത് ഫുൾ വാഴത്തോട്ടം. ഇത് മൊത്തം അതിന്റെ അകത്തോടെ നടക്കാനും ഇങ്ങനെ അതിന്റെ അകത്തൂടെ സൈക്കിൾ ഓടിച്ചൊക്കെ നല്ല രസമായിരുന്നു. അവിടെ ഇങ്ങനെ ചാടിയൊക്കെ കളിക്കായിരുന്നു. അപ്പൊ സിനിമ ഒരു സ്ഥിരം പരിപാടിയാക്കാൻ പ്ലാൻ ഉണ്ടോ? അത് കഴിഞ്ഞിട്ട് അഭിനയിച്ച പടം സർക്കീട്ട്. സർക്കീട്ട് മൊത്തം നമ്മളെ സിനിമ തന്നെയായി. മൊത്തം അതിന്റെ അകത്ത് ഫുൾ എല്ലാ ഷൂട്ടിലും ഞാൻ ഉണ്ടായിരുന്നു. പിന്നെ നല്ല ഷൂട്ടിംഗ് ആയിരുന്നു. ഒരു 5-6 ദിവസം ഇടയ്ക്ക് ഗ്യാപ്പ് വരും. ആസിഫാണ് മറ്റേ പാട്ട് സീനൊക്കെ ഷൂട്ട് ചെയ്തില്ലേ? അതൊരു കോർഫക്കാട് എന്ന് പറഞ്ഞ സ്ഥലം, നല്ല സ്ഥലമാണ്. അവിടെ മലയും എല്ലാം ഷൂട്ടിലാക്കിയിട്ടില്ലേ? ഇവര് മലയൊന്നും കേറത്തില്ലെന്ന് പറഞ്ഞു ഒരു ദിവസം എന്നെ ഷൂട്ട് കയറിയിട്ട് ഞാൻ ഇവരെ തപ്പോ അവര് മലയുടെ മണ്ടയിരിക്കുക. ഞാനും എനിക്ക് മല മണ്ടയുടെ കേറണമെന്നുണ്ടായിരുന്നു. പക്ഷെ ഇവര് സമ്മതിച്ചില്ല. അവിടുത്തെ മല ഭയങ്കര ഇവിടുത്തെ പുല്ലല്ല എന്ന് വെച്ചാ ഇങ്ങനെ വെട്ടുവെട്ടാ. നമ്മള് എന്തോ ഇപ്പം എന്തെങ്കിലും സാധനമൊക്കെ അരിയത്തില്ലേ? അതുപോലെ ഇങ്ങനെ പാറ ഇങ്ങനെ ഇരിക്കുന്നത്. നല്ല പാറ അവിടുത്തെ. ഇഷ്ടപ്പെട്ടു. പാർക്കോർ ചെയ്യുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ കുട്ടികളെ ജസ്റ്റ് എടുത്താല് അതിൽ ഒർഹാൻ ഉണ്ടാവും, ഇഷാനും ഉണ്ടാവും. സൈക്കിളാണ് ചെയ്യുള്ളൂ, ബാക്കി സൈക്കിളാണ്. അത് ആക്ച്വലി ഇതിന്റെ ഒരു തുടക്കം ഓർമ്മ ഉണ്ടോ? എപ്പോഴാണ് ഇത് പഠിക്കാൻ തുടങ്ങിയെന്നുള്ള ഇഷാൻ? രണ്ടുപേരും പറഞ്ഞു. പണ്ടെന്ന് വെച്ചാൽ ഒരു 2-3 വർഷം മുമ്പ്. അപ്പൊ ഞങ്ങള് ഈ യൂട്യൂബിലൊന്നുമില്ല. ഞങ്ങൾ ഈ സൈക്കിൾ എടുത്ത് ചുമ്മാ ഇങ്ങനെ തുടങ്ങിയപ്പോ യൂട്യൂബ് തുടങ്ങാലോ അങ്ങനെ വിചാരിച്ച് യൂട്യൂബ് തുടങ്ങി. വെറൈറ്റി എന്തെങ്കിലും ചെയ്യാമല്ലോ എന്ന് പറഞ്ഞ് യൂട്യൂബ് തുടങ്ങി. അപ്പൊ ഇങ്ങനെ ചാനൽ റീച്ചായി. യൂട്യൂബ്, സൈക്കിളിസ്റ്റ്, പിന്നെ പാർക്കോർ, അങ്ങനെ എല്ലാം. ഞങ്ങള് പഠിച്ചൊക്കെ ആദ്യം എനിക്കൊന്നും അറിയത്തില്ലായിരുന്നു. ഒരു വട്ടം നമുക്ക് പേടിയാണ് ചെയ്യാൻ. അതൊരു വട്ടം ചെയ്താൽ എല്ലാ സാധനവും നമ്മൾ പ്ലാൻ ചെയ്തതല്ലല്ലോ ചെയ്യുന്നത്. ഒരു വട്ടം ചെയ്താൽ മതി, ബാക്കിയെല്ലാം കിട്ടിക്കോളും. ശരിക്കും തുടക്കം ഫസ്റ്റ് പഠിപ്പിച്ചു തരുന്ന ആരാ? ഉമ്മി ആദ്യം പഠിപ്പിച്ചില്ല. ഉമ്മിക്ക് പേടിയാ അങ്ങനത്തെ വീണാലോ പിടിച്ചിട്ട് വീണാലോ. വാപ്പിയായിരുന്നു ആദ്യം ഇതെല്ലാം ചെയ്യിപ്പിക്കുന്നത്. വാപ്പി പിന്നെ സ്പോർട്സ്മാനാ. ഇങ്ങനെ ഹാൻഡ് ബോള് നാഷണലാ, സ്വിമ്മറാ,
അങ്ങനെ കുറെ കാര്യം ചെയ്യുന്നയാ. അപ്പൊ ഇത് പരിപാടിയൊക്കെ അറിയാം. അറിയാം. അപ്പൊ അത് നിങ്ങൾക്ക് പഠിപ്പിച്ചു തന്നു. ഞങ്ങക്ക് നോക്കി പഠിപ്പിച്ചാ 7 വയസ്സ് തൊട്ടേ സ്വിമ്മിങ് നേരത്തെ എനിക്ക് ബാക്കി എന്നെ ഒരു കയറ്റി കൊണ്ട് ഒറ്റയിടല്, വലിയ കാല് കുത്താൻ പറ്റാത്ത. അത് കഴിഞ്ഞ് വെള്ളം കുടിച്ച് കണ്ണൊക്കെ തള്ളി ഞാൻ ചാടി മറ്റേ വെള്ളത്തിൽ തന്നെ പൊങ്ങിയോ നീന്തി വന്നു. അന്ന് പഠിച്ചു. എന്നെ അങ്ങനെ ചെയ്യാനൊരു പേടി. ചിരിയല്ലേ ഉള്ളൂ. തിരിച്ചു കിട്ടൂല സംശയം. അതായത് ഇപ്പൊ ഞാൻ വെള്ളത്തിൽ ഇങ്ങനെ പൊങ്ങി പഠിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ശരിക്കും ഈ സൈക്ലിങ്ങിന്റെ അതായത് ഫ്രണ്ട് ടയർ ഉണ്ടാവില്ല, പിന്നെ അതായത് വളരെ അഡ്വഞ്ചർ ആയിട്ടുള്ള പരിപാടി പിടിക്കണത്. അപ്പോ ഇതിന്റെ ഒരു പ്രാക്ടീസിങ് ശരിക്കും എപ്പോഴാണ്, എങ്ങനെ കാര്യങ്ങളൊക്കെ? സ്കൂളായാലും അല്ലാത്തപ്പോഴും ഞങ്ങള് ഒരു 3 മണി തൊട്ട് അല്ലെ 3 മണി തൊട്ട് 7 മണി വരെ ഒക്കെ പ്രാക്ടീസ്. സ്കൂള് ഞങ്ങളുടെ 3 മണിക്ക് കഴിയും. 3 മണിക്ക് വന്നിട്ട് 1 മണിക്കൂറുണ്ട് ചുമ്മാ ഫ്രഷ് ആവാനും കുളിക്കാനും കഴിക്കാനും അങ്ങനത്തെ. അപ്പൊ അത് സ്കൂളിൽ ഒന്നുമില്ല, ഒരു മുട്ടയോ അല്ലെങ്കിൽ ഒരു ഓംലെറ്റോ അത്രയൊക്കെ ഉള്ളൂ. അത് കഴിച്ചു കഴിഞ്ഞിട്ട് 4 മണി തൊട്ട് 7 മണി വരെ പ്രാക്ടീസും വീഡിയോ ഇടലും. തൊട്ട് താഴെ ഒരു ഗ്രൗണ്ട് ഉണ്ട്. വീഡിയോയിൽ ഉമ്മയും ചെയ്യാറുണ്ട്, ഉമ്മയും പ്രാക്ടീസ് ചെയ്യിപ്പിക്കാറുണ്ട്. അത്ര പ്രോ അല്ല. പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് വീഴേ പരിക്ക് പറ്റാൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ചെയ്തിട്ടുണ്ട്. എന്റെ പ്രത്യേകിച്ച് പരിക്കെന്ന് വെച്ചാൽ ഈ പെടൽ ഇങ്ങനെ നമ്മള് കാല് ചവിട്ടിട്ട് പെട്ടെന്ന് ഇങ്ങനെ മുമ്പ് ഇവിടെ ഇങ്ങനെ 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 ആക്കിയാ ഇവിടെ ഇങ്ങനെ മല പോലെ ഇങ്ങനെ 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 മഴയുണ്ട്. എന്റെ ഉണ്ട് 2-3 അത് അങ്ങനെ വീണല്ല, ചുമ്മാ ഞാൻ കാണിച്ച് പൊട്ടിയത്. പിന്നെ ഇവിടെ ഇങ്ങനെ ഒരു അത് ഭയങ്കര വേദനയായിരുന്നു. പെടൽ ഇങ്ങനെ ഒരഞ്ഞു പോയി, കാല് സ്ലിപ്പായതാ. അതിങ്ങനെ പൂച്ചയൊക്കെ ആന്തി വെച്ച പോലെ ഭയങ്കര ആഴം ഉണ്ടായിരുന്നു. ഇത്രയൊക്കെ നല്ല ആഴമുള്ള. എനിക്ക് പ്രാക്ടീസ് അല്ലാതെ ഒടിഞ്ഞത് കട്ടിലിന്ന് വേണം എന്റെ തോൾ ഒടിഞ്ഞിട്ടുണ്ട്. അങ്ങനത്തെ എഴുന്നേറ്റ് പോയി. അപ്പൊ ഞാൻ ലേറ്റ് ആയിട്ടാ എഴുന്നേക്കുന്നത്. അപ്പൊ വീണു താഴോട്ട്. ഇവര് നല്ല ഹൈറ്റ് ഉള്ള ഒരു കട്ടില, ഒരു ഇത്ര ഉണ്ടായി കട്ടില്ല പോടാ കുറച്ചേ അത്ര ഉണ്ടായി. ഇവിടുന്ന് ഇത്ര ഹൈറ്റ്. അതായത് ഇപ്പൊ പഴയ വീഡിയോ നോക്കി കഴിഞ്ഞാൽ മുമ്പ് സൈക്ലിംഗ് എന്നൊക്കെ വിട്ട് ഇപ്പൊ പല പല മോഡലുകൾ ചെയ്യുന്നുണ്ടല്ലോ. അപ്പൊ ഈ പുതിയ പുതിയ മോഡൽ ആരാ കണ്ടെത്തുന്നത്? സൈക്കിളിന് അതായത് പുതിയ മോഡലിൽ പോയി ചാടുന്നതും അതുപോലെ ഈ കറങ്ങി വന്നും ഉമ്മാനെ കിസ് ചെയ്യുന്നതൊക്കെ ഉണ്ടല്ലോ. പുതിയ സ്റ്റൺസിന്റെ മോഡൽ കണ്ടെത്തുന്നത് അങ്ങനൊന്നുമില്ല, നമ്മള് സ്വന്തമായിട്ട് അങ്ങ് ഉണ്ടാക്കും. നമ്മളിങ്ങനെ ചെയ്യുമ്പോ എന്തെങ്കിലുമൊക്കെ കിട്ടും, ഒരു വെറൈറ്റി പിടിക്കാൻ തോന്നുന്നു. നമ്മള് വീഡിയോസിലൊക്കെ കാണുമല്ലോ, മറ്റേ കൊറേ സ്റ്റൺസ് ചെയ്യുന്നേയും മറ്റേ ഇങ്ങനെ കേറിയിട്ട് ഇങ്ങനൊക്കെ ചെയ്യുന്നേയും അതൊക്കെ ഞങ്ങള് ചെയ്ത് നോക്കും. അപ്പൊ ആദ്യം വാപ്പി കാണിച്ചു തരും എങ്ങനെ. വാപ്പി എങ്ങനെ നോക്കുമ്പോ അങ്ങനത്തെ ഒക്കെ കാണുമ്പോ ഞങ്ങളുടെ ഫോണിലോട്ട് അയച്ചിട്ടു. അതല്ലാതെ ഉള്ളത് ഇങ്ങനെ വാപ്പി ഇങ്ങനെ എന്തെങ്കിലും ഒക്കെ ചെയ്തിരിക്കുമ്പോ ഒരു സാധനം കിട്ടും. അത് ഇങ്ങനെ വാപ്പി ഇങ്ങനെ ചെയ്ത് ഒരു സാധനമാക്കും, എന്നിട്ട് അത് ഉമ്മയെ കൊണ്ട് ചെയ്യിപ്പിക്കും. ഉമ്മയ്ക്ക് ആദ്യം ഭയങ്കര പേടിയായിരിക്കും. അപ്പൊ പിന്നെ ഇങ്ങനെ ഉമ്മയ്ക്ക് ഒരു ധൈര്യം. അതായത് ഇപ്പൊ നമ്മള് വീഡിയോ കാണുമ്പോൾ നമുക്ക് പേടിയുള്ള കുറെ കാര്യങ്ങൾ, അതായത് നമ്മുടെ മേത്ത് കൂടെ ഒക്കെ സൈക്കിൾ വീഴാൻ അതല്ലെങ്കിൽ ആള് വീഴാൻ സാധ്യത ഉണ്ടെന്ന് കാണില്ല. ഉമ്മയാണ് കിടക്കുന്നത്. അപ്പൊ നിങ്ങളൊരു ബോണ്ട് ശരിക്കും എങ്ങനെയാണ് ഇതില്? ഇതെന്ന് വെച്ചാ എനിക്ക് പേടിയാ. ഞാൻ ഉമ്മിടുത്തി വെച്ചാ മതി, ഞാൻ ഭയങ്കര പേടിയാ എനിക്ക് ഉമ്മിയുടെ മണ്ടയിലോട്ട് സൈക്കിള്. മറ്റൊരു വീഡിയോ കണ്ടിട്ടില്ലേ, ഇതൊരു റാമ്പാ, ഉമ്മി ഇവിടെ കിടക്കും, അതിലൊക്കെ പേടിയുണ്ട്. അത് നമ്മളങ്ങ് ചെയ്തു സക്സസ് ആയി. നമുക്ക് എല്ലാ കാര്യത്തിലും ഒരു പേടി. എനിക്കിതൊരു പേടി ഉണ്ടായിരുന്നു റാമ്പ് ചെയ്തപ്പോ. ഞാൻ അവിടെ ഇന്നിങ്ങനെ എന്തോ ഇങ്ങനെ നോക്കിയിരിക്കുക. അത് കൊറേ മില്യൺ ആൾക്കാർ കണ്ട വീഡിയോ ഉണ്ടല്ലോ, ഒരു ചെറിയൊരു ഒരു കെട്ടിടത്തുമെന്ന് മേലെ നിന്ന് താഴത്തേക്ക് ചാടുന്ന പോലത്തെ ധനുഷ്കോടി. ഭയങ്കര 10 അടി ഉണ്ടായിരുന്നു. അതൊരു ആർച്ചിന്റെ മേളിന്ന്, അതൊരു ധനുഷ്കോടി മറ്റേ തെങ്ങിന്റെ ഒരു പകുതി ചാടിയേ. അത് എനിക്ക് പേടിയുണ്ടായിരുന്നു. ഞാനിങ്ങനെ മണ്ട ഇതാ ഇങ്ങനെ ഇരിക്കുന്ന ഒരു സീനൊക്കെ ഇല്ലേ, അത് ഭയങ്കര പേടിയായിരുന്നു നമുക്ക്. അതിന്റെ ധനുഷ്കോടിയുടെ ആ സ്ഥലം എന്തുവായിരുന്നു പറയുന്ന, ഒരു ബീച്ചിന്റെ സൈഡിൽ അവിടെ ധനുഷ്കോടി അതാ. അപ്പൊ നമുക്ക് ഗോസ്റ്റ് ടൗൺ അവിടെ നമുക്ക് ഈ മണ്ണായിട്ട് പേടിക്കണ്ട. 10 അടി ആ തെങ്ങിന്റെ അത്ര ഉണ്ടായി, നല്ല മണ്ണ. അത് ബീച്ച് സൈഡാ, പക്ഷെ നമുക്ക് ഹൈറ്റ് കയറുമ്പോ നമുക്ക് എന്തുവാണേലും ഒന്നും ഇതാവും കാലൊക്കെ. മണ്ണായിട്ട് ലാൻഡ് ആവുമ്പോ ഇങ്ങനെ പോയി കിടക്കും. എനിക്ക് ചാടാൻ തന്നെ പേടിയായിരുന്നു, അപ്പോഴാ ഫ്ലിപ്പ്. അതായത് ഇപ്പൊ സ്കൂളൊക്കെ വിട്ട് വന്നതല്ലെങ്കിൽ ഇന്നിപ്പോ ഒരു ഹോളിഡേ ഒക്കെ ഉണ്ടെങ്കിൽ ഫ്രീ ആണെങ്കിൽ വെറുതെ ഇരിക്കൂല. നമ്മൾ എന്തായാലും എല്ലാ ദിവസവും പ്രാക്ടീസ് ചെയ്യും. രാവിലെ എന്തായാലും സിനിമ കാണുന്ന പോലെ ഇപ്പൊ സോഫയിൽ നിന്ന് എടുത്ത് ചാടുക, അതുപോലെ സ്റ്റെയറിന്ന് എടുത്ത് ചാടുക, ഇങ്ങനത്തെ പരിപാടിയൊക്കെ ഉണ്ടോ?
ഉണ്ട്. ചുമ്മാ സോഫയിലൊക്കെ ഇരിക്കുമ്പോ ഞാൻ തലയും കുത്തി ഇരിക്കാനൊക്കെ തോന്നും. അതായത് നമ്മള് വീട്ടിലൊക്കെ ആണെങ്കിലേ നമ്മളെ വീട്ടിലൊക്കെ ചെറിയ കുട്ടികള് എവിടെയെല്ലാം ഉയരത്ത് കേറുമ്പോത്തിന് വീട്ടുകാര് ഇങ്ങോട്ട് പോന്ന വീഴുന്ന് പറയും. പക്ഷെ ഇവിടെ നോക്കുമ്പോ വീട്ടുകാർ തന്നെയാണ് കടന്ന് നല്ല സപ്പോർട്ടാണ്. പേടിയുള്ള അങ്ങനത്തെ ഒന്നും ഇല്ല. എന്നാലും ആദ്യം ചെയ്യുമ്പോ അവർക്കൊരു പേടിയുണ്ട്. ഒന്നും പറ്റും എന്തെങ്കിലും വാപ്പി സപ്പോർട്ട് ചെയ്യും. ഇവിടെ പിടിക്കും. ഇപ്പൊ പെട്ടെന്ന് ഇവിടുന്ന് ചാടാൻ പറഞ്ഞ നമ്മള് ചാടത്തില്ലല്ലോ. അപ്പൊ വാപ്പി സപ്പോർട്ട് ചെയ്തിട്ട് നമ്മളിങ്ങനെ പ്രാക്ടീസ് ചെയ്തിട്ട് ഇതെല്ലാം ചെയ്യുന്നതല്ല. ഇവിടെ പിടിക്കും. അപ്പൊ ഞാൻ ഒരു വട്ടം ചെയ്യും. അതുപോലെ ഒരു 3 വട്ടം ചെയ്യുമ്പോ ഇച്ചിരി സപ്പോർട്ട് വിടും. അപ്പൊ നല്ലപോലെ ഇങ്ങനെ ഫ്ലൈ ഒക്കെ ആവാൻ പറ്റും. ഈ ബാക്ക് ഫ്ലിപ്പ് എന്ന് പറഞ്ഞ സാധനമുണ്ട്. അത് ഞാൻ 2 വർഷം എടുത്തിട്ടാ പഠിച്ചത്. അത് പാർക്കോറ. ഭയങ്കര പാടുള്ള 2 വർഷം കണ്ട് ഭയങ്കര പാടെന്ന് വെച്ചാൽ നമ്മള് ഇങ്ങനെ പൊങ്ങിയിട്ട് ബാക്ക് ഫ്ലിപ്പ് ആവും. അത് കിട്ടുന്നില്ല. പാട്ട് പാടാൻ പറഞ്ഞ രണ്ടുപേരും ഉഷാറായി പാടുവോ? ഏത് പാടും? കിളി പോലും അതിനൊക്കെ അറിയത്തില്ല. കിളി പോലും 3, 2, 1 സ്റ്റാർട്ട്. കിളി പോലുണരാണ് പറന്നുയരാണ് ഇണങ്ങി പിണങ്ങി കിളി കുടങ്ങ് വിരിയാണ് ഉമ്മ തന്ന് കവിളപ്പാട ചൂപ്പിച്ച് ഇഷ്ടങ്ങൾ കുറുകുന്നിവൻ മഴയിൽ നനയാണ് മിഴിയിൽ നിറയാണ് പുരയിലാകെ മാനം ഒരു പെരുന്നാൾ കുഞ്ഞു കാലിലയിൽ ലോകങ്ങൾ 14 താണ്ടുന്നു തീണ്ടുന്നിവൻ കളി കൂടുന്നുണ്ടേ പടിയെന്തോ വേകുന്നുണ്ടേ കുഞ്ഞു ചെക്കൻ ഉടനടി 10 അടി വാങ്ങാനുണ്ടേ. നിങ്ങളിപ്പോ ഒരാള് 7ാം ക്ലാസ്സിലും മറ്റേ 5ാം ക്ലാസ്സിലേക്കും അല്ലേ? 4ാം ക്ലാസ്സിലേക്കും അല്ലേ? അതിലിരിക്കേണ്ടത് ഇവനെന്ത് പറ്റി? കൊറോണ ഇവൻ ഒരു വർഷം ബ്രേക്ക് ഓൺലൈൻ ക്ലാസ് കേർത്തില്ലല്ലോ നമ്മളാരും. അപ്പൊ ബ്രേക്ക് ഇവന് ബേസ് ഇല്ലായിരുന്നു. അപ്പൊ പിന്നെ വീണ്ടും പഠിക്കാൻ തീരുമാനിച്ചല്ലേ? അതായത് നമ്മളൊരു ഫ്യൂച്ചറിൽ ഡ്രീം എന്നൊക്കെ ചോദിച്ചാൽ എന്താണ് പറയാനുള്ളത് രണ്ടുപേർക്കും? എനിക്ക് ഒളിമ്പിക്സിൽ പോകണമെന്നുണ്ട്. ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഉള്ള ആഗ്രഹം. എനിക്ക് ഒളിമ്പിക്സിൽ പോകണമെന്നുണ്ട്. പിന്നെ F1 റേസർ. എനിക്ക് എയർഫോഴ്സിൽ പോകണമെന്ന് ആഗ്രഹം. എനിക്ക് ഫോർമുല 1 ആവണം എന്നാണ് ആഗ്രഹം ഉള്ളത്. ഓക്കെ, അപ്പൊ എന്തായാലും നിങ്ങളെ ആഗ്രഹം പോലെ കൂടുതൽ ഉഷാറാവട്ടെ. എനിക്ക് രണ്ടുപേർക്കും ഭയങ്കര സ്പീഡിൽ ഉഷാറായി. താങ്ക് യു. ഓക്കെ, താങ്ക് യു. ബൈ ബൈ ബൈ.